ക്രിസ്തുവിൽ പ്രിയ ദൈവവേദനെ, താങ്കളുടെ ജീവിതം ഈ പ്രഭാതം അതീവ ദുഃഖത്തിലൂടെയാണോ കടന്നു പോകുന്നത്? വേദനയുടെ നടുവിൽ കൂടെയാണോ ആയിരിക്കുന്നത്? ഹൃദയം പൊട്ടുന്ന വേദനയിൽ കൂടെയാണോ കടന്നു പോകുന്നത്? താങ്കളുടെ സകല വിഷയങ്ങൾക്കും പരിഹാരം നൽകി തരുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. യഹൂദന്മാരുടെ ചെറിയ ദേവാലയമായ കഫർനഹൂമിലെ സിനഗോഗിലെ പ്രധാന പുരോഹിതനും അധ്യക്ഷനും നടത്തിപ്പുകാരനുമായിരുന്ന യായിറോസ്, ആ മനുഷ്യൻ സ്നേഹിച്ചോമനിച്ച് ലാളിച്ച് വളർത്തിയ തൻ്റെ പ്രിയ മകൾ, ആ പൈതൽ രോഗാവസ്ഥയിൽ മരണത്തോട് മല്ലടിക്കുന്ന സമയം യായിറോസ് യേശുവിനെ കുറിച്ചറിഞ്ഞു. യേശുവിനെ കണ്ട് തൻ്റെ പാദത്തിൽ വീണ് കിടന്ന് താൻ കരഞ്ഞു. തൻ്റെ അവസ്ഥകൾക്ക് പരിഹാരം വരുത്തി തരുവാൻ യേശുവിനെ മാത്രമേ കഴിയുകയുള്ളൂ എന്ന് യായിറോസ് വിശ്വസിച്ചു. അപ്പോഴും തൻ്റെ പ്രിയപ്പെട്ടവർ വന്ന് തന്നെ പിന്തിരിപ്പിക്കുന്നു. നിന്റെ മകൾ മരിച്ചുപോയി, നീ ഇനി കരഞ്ഞിട്ട് ഫലമില്ല, നിന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. യായിറോസ് ഒരു നിമിഷം സ്തബ്ധനായി നിൽക്കുന്ന സമയത്ത് എൻ്റെ കർത്താവ് യായിറോസിൻ്റെ തോളിൽ തട്ടിയിട്ട് തന്നോട് പറയുന്നു, ഭയപ്പെടേണ്ട, നിന്റെ മകൾ ഉറങ്ങുകയത്രേ, അവൾ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഈ പ്രഭാതം നമ്മുടെ തോളിൽ തട്ടിയിട്ട് നമ്മുടെ പ്രാണപ്രിയന് പ്രകാരം പറയുന്നു, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഈ അവസ്ഥകൾക്ക് പരിഹാരം നൽകി തരുവാൻ ഞാൻ ശക്തനെന്ന് കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നു. കർത്താവ് യായിറോസിൻ്റെ വീട്ടിൽ പോയി തൻ്റെ മകളുടെ കൈക്ക് പിടിച്ച് ബാലയെ എഴുന്നേൽക്കായി എന്ന് പറഞ്ഞു. ആ പൈതൽ എഴുന്നേറ്റു. മാതാപിതാക്കളോടൊപ്പം സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ എൻ്റെ കർത്താവ് സഹായിച്ചു. ഈ പ്രഭാതത്തിൽ നമ്മുടെ സകല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി തരുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. കർത്താവിൻ്റെ പാദപീഠത്തിൽ നമ്മുടെ വിഷയങ്ങളൊന്ന് ഇറക്കി വയ്ക്കാമോ? ഉറപ്പായും മറുപടി നൽകി തരുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. കർത്താവിൽ വിശ്വസിക്കാം. കർത്താവിൻ്റെ പാദപീഠത്തിൽ സകല വിഷയങ്ങളും ഇറക്കി വയ്ക്കാം. നമ്മുടെ വിഷയങ്ങൾ ഈ പ്രഭാതം പൂർണ്ണമായും പരിഹരിക്കപ്പെടട്ടെ. ഈ പ്രഭാതം ക്രിസ്തുവിൽ ധന്യമാകട്ടെ നമ്മുടെ ജീവിതം. ഗോഡ് ബ്ലെസ് യു.